തുണക്കണേ ആൺപെൺകൾ സന്ദീപദാതി തൊട്ടി മണ്ണിൽ ആലാഹനായൻ ഹിതത്താൽ മാർത്തോമൻ കാട്ടുന്ന മാർഗേ ചരിക്കണം ഈ വാണിൽ നീലേയും നിങ്ങൾ. കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പു കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും വിരുത്തി ചമയിച്ച് നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും വിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പു കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി. എന്തിനായി മങ്കമാർക്ക് ചെന്താമര കൈപ്പടമുടുന്നു മൈലാഞ്ചി ചൊല്ലു തൊഴി മൈലാഞ്ചി ഹൗവ പണ്ട് ചെയ്ത പാപം തീരാനീശോ കൽപ്പിച്ചു തന്നതി മൈലാഞ്ചി കേളു തൊഴി മൈലാഞ്ചി ഗുരുകൾ സകല മകലുവതിന് അണിയണം ഇതു തരുണികൾ മാത്തോമൻ വഴിയുടെ മഹിമകൾ ഒഴുകി പാൽച്ചോറും കഴുപ്പിച്ചു പതിവുകൾ നടത്തി കൊണ്ടാടുമ്പോൾ മാലോകരും പ്രാർത്ഥിച്ചു കൂടണം തെറ്റു കുറ്റം പൊറുത്ത് വന്നല്ലോ കണ്ടില്ലേ അന്നമ്മേ നീ എന്താടി പെങ്കൊച്ചേ കുന്തം പോലെ ചിന്തിച്ച് നിൽക്കണത് ഇല്ലമ്മേ ഒന്നുമില്ലമ്മ ചെയ്യേ ചുമ്മാതങ്ങ് ചിന്തിച്ച് നിന്ന് ഇങ്ങനെ ഞാൻ ചിന്തിച്ച് നിന്നിട്ടാടി കെട്ടും മുമ്പേ കൊച്ചേ നിന്നെ പെറ്റത് അക്കാലം ഇതല്ലല്ലോ പൊന്നമ്മച്ചി ബുദ്ധിയുള്ള പെണ്ണുങ്ങളാ ഞങ്ങള് പെണ്ണിനെത്ര ബുദ്ധിയുണ്ടായാലും പച്ച വാങ്ങാ തിരിച്ചാണുങ്ങൾ മുങ്ങി എന്തമ്മേ അന്നമ്മേ. നാളെയാണ് പെൺകൊടിക്ക് കന്തീശ്വരൻ ഈശ്വർ വിധിച്ചത് പൂത്താലി മിന്നുമണി പൂത്താലി മന്ത്രകോടി നൂറ്റ നൂലിൽ നല്ലോരേഴ് നൂലു പിരിച്ചതിൽ പൂത്താലി കൊരുക്കണം പൂത്താലി നട 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 നടവിളികളതിടവഴികളിൽ ഉയരവേ പട്ടിടാം നന്ദി ചൊല്ലി ഉലകുടയവനേ പട്ടിടം മറിയത്തിൻ കനിവിനെയുടനെ വാഴ്വിൽ നീലേ ഒന്നായി വാഴാൻ സന്തതി സൽഗതിയാദികൾ കൈവരുവാൻ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പു കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി അഞ്ജനവും കസ്തൂരിയും നിരത്തി ചമയിച്ച് നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും വിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി ആൺപെൺകൾ സന്ദീപദാതി തൊട്ടി മണ്ണിൽ ആലാഹനായൻ ഹിതത്താൽ മാത്തോമൻ കാട്ടുന്ന മാർഗേ ചരിക്കണം ഈ വാണിൽ നീലേയും നിങ്ങൾ ആൺപെൺകൾ സന്ദീപദാതി തൊട്ടി മണ്ണിൽ ആലാഹനായൻ ഹിതത്താൽ മാർത്തോമൻ കാട്ടുന്ന മാർഗേ ചരിക്കണം ഈ വാണിൽ നീലേയും നിങ്ങൾ. അച്ചു ചേച്ചി എന്തു പറ്റി ടയർഡായി പോയാ ഇടയ്ക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ ലിറിക്സ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നാ വരണേ എവിടെ നിർത്താൻ അച്ചു ലിറിക് ഇല്ലാത്തൊരു പാട്ട് എടുത്തുകൂടായിരുന്നു. വൗ ഗ്രേറ്റ് ഐഡിയ great thought. യാ വല്ല തന്നന്ന പൊന്നന്ന അതൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആരാ എഴുതിയത് ഈ ലിറിക് ഒക്കെ എഴുതിയത്? അതെഴുതിയതാണോ? അല്ല ഇത് അത് ഞാൻ തന്നെ. ഈ പാട്ടോ? അല്ല
അത് സന്തോഷ് വർമ്മ സാർ. ശരി. ഇതിന്റെ സംഗീത സംവിധായകൻ നാദിർഷ സാർ. ഏതാണ് ഫിലിം? കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ സിനിമയിലെ. ആരാണ് പാടിയത്? വൈക്കം വിജയലക്ഷ്മി മാമും. ഓ നോ, വിജയലക്ഷ്മിയോ? റിമി ടോമി മാമും. ആ, രണ്ടുപേരും നമ്മുടെ ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്ന രണ്ട് സ്ത്രീജനങ്ങൾ. ഒരു അസാധ്യമായിട്ട് ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല സെലക്ഷൻ. അച്ചു തുടക്കമൊക്കെ അണ്ണന്റെ ഭാഷ പറയാം, സ്പ്രിഞ്ചി. ശബ്ദമൊക്കെ അല്ലേ നല്ല രസമുണ്ട് ആ ടോൺ കേൾക്കാനും. അതുപോലെ അത് നല്ല ഓളം ഉണ്ടായിരുന്നു. അത് തുടങ്ങി. പിന്നെ ഈ എന്തിനാണ് നാദിർ ഷാ ആ അനുപല്ലവയുടെ സെക്കൻഡ് ഹാഫ് കൊണ്ട് മേളിൽ കമ്പോസ് ചെയ്തതെന്ന് ഞാൻ ദുഃഖിച്ചു. അശ്വതി പാടുന്നത് കേട്ടോ. അത് മാത്രമായിരുന്നു. ഞാനും ദുഃഖിച്ചു. ആ, ഞങ്ങളെല്ലാരും കുടുംബത്തോടെ ദുഃഖിച്ചു. നട വിളി. കാരണം അത് ഒരു കൺട്രോൾ ഇല്ലാതായി പോയി. നീ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആദ്യം എങ്ങനെ ഒപ്പിച്ചു, പിന്നെ രണ്ടാമത്തെ ചരണത്തിൽ അത് ഒട്ടും കൈ നിൽക്കുന്നില്ല. അതേ ഉള്ളൂ നമുക്ക് ആകെ ഒരു വിഷമം തോന്നിയ ഒരു രണ്ട് ഏരിയകൾ. പിന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ പോലെ വരുന്നത് കംപ്ലീറ്റ് ആണ് കേട്ടോ. ഒന്നാമത് അതും കൂടെ മനസ്സിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാട്ട് എടുക്കരുതായിരുന്നു. നമ്മൾ രണ്ടുപേര് പാടുന്നത് പാടാനുള്ള ഒരു അതിൻ്റെ വാക്കുകൊണ്ട് മുറിച്ചു കഴിഞ്ഞാൽ നീ എവിടെ പോകുന്നില്ല, ഞാൻ എന്ന് പറഞ്ഞാൽ പോകരുത്, പള്ളിയിൽ എന്ന് പറയണ്ടേ. അപ്പം അത് കൃത്യമാവണം കേട്ടോ അച്ചു. അതേ ഉള്ളൂ. ഇത് ഇപ്പൊ പാടിയതിന്റെ അല്ല, ആ റേഞ്ച് ആസ്വദിക്കുക. ആ സ്വിച്ചിങ് അത്രയ്ക്കൊരു ഗുണമായില്ല. അത് പഠിച്ചിട്ട് വരുന്നേ ഉള്ളൂ. സ്വിച്ചിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന്റെ അല്ല, അതിന് ശരിയാക്കി എടുക്കണം. ഇതൊക്കെ പറ്റും നിങ്ങളെ കൊണ്ട്. ഒന്നും പറ്റായിക ഇല്ല, എല്ലാം പറ്റും. അന്യായ ടോണാണ്. രസമുണ്ട്. എന്ത് രസമാണ്. ഞങ്ങൾ തുടങ്ങിയപ്പോ എന്റെ ദൈവമേ, ഇവക്ക് എന്റെ പണപ്പെട്ടി തുറക്കേണ്ടി വരുമല്ലോ എന്ന് ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്ത് ഇത് തുറക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതിനൊരു ഗുണവും ഉണ്ടായില്ല. അത് കളഞ്ഞു പോട്ടെ. അച്ചു, യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. നിന്റെ ചിരിയെ നിന്നെ മൊത്തത്തിൽ കാണാൻ ഐ ലവ് യു ടു. എനിക്കൊരൊറ്റ സഹായം വേണം. നമ്മുടെ ആ തുടക്കം, നമ്മുടെ കോറസ് അണ്ണന്മാരെന്ന് എണീറ്റ്. അല്ല, സ്ത്രീകൾ വേണ്ട, സ്ത്രീകളെ എനിക്ക് വേണ്ട. രണ്ട് ഘടാഘടിയന്മാരായിട്ടുള്ള ആ തുടക്കത്തിലെ ജതി ഒന്ന് കൃത്യം ആ താളത്തിന് ആ ടെമ്പോ ലയം വിടാണ്ടൊന്ന് പറഞ്ഞേ നോക്കട്ടെ. എന്ത് പരിപാടിയാ ഇത്? നിങ്ങൾക്കുള്ളതാ. ആഹാ. അതാണ് ആ ഈ തകിട്ട ജണു. എന്താണ് അങ്ങനെ ഒരു ഒന്നുകൂടെ 1 2. ആദ്യത്തോട്ട് ഓപ്പണിംഗ് വേണ്ട, അതൊക്കെ മനോഹരമായിരുന്നു. ഈ ഏരിയ മതി. 1 2 3 4. ഇങ്ങനെങ്കിലും വേണം കേട്ടോ. അത് കാര്യം നിങ്ങളെല്ലാം ഒരു ഫാമിലിയാണ്. നമുക്ക് അതങ്ങോട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നല്ല കിടക്കാച്ചേരാ. അത് വന്നപ്പോഴത്തെ ഒരു ശ്വാസം മുട്ടായിരുന്നു. ലയം എന്നുള്ളത് പ്രധാനമാണ്. അത് എപ്പോഴും മനസ്സിലുണ്ടാവണം. എന്ത് ചെയ്താലും അത് അതിനകത്ത് നിൽക്കണം കേട്ടോ. യേശേ, അച്ചു, അത്രേ ഉള്ളൂ. അച്ചു, ഐ ലവ് യു ടു. അച്ചു, ഐ ലവ് യു 3 സർ. അരെ വാ, അച്ചു നന്നായിട്ട് പാടി. അച്ചു, താങ്ക് യു സർ. ആ പാട്ടിന്റെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. എന്തൊരു ടോണാണ് മോളെ, അടിപൊളി ടോൺ കേട്ടോ. അത് പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടോണാണ് അശ്വതിക്കുള്ളത്. അത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അങ്ങനെ ഒരു ടോൺ കിട്ടുക എന്ന് പറയുന്നത് തന്നെ. അത് ആ ടോണിന്റെ മുകളിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതലും വർക്ക് ചെയ്യേണ്ടത് ബ്രെത്ത് എങ്ങനെ ഹോൾഡ് ചെയ്യണം, സ്റ്റാമിന ബിൽഡപ്പ്. കാരണം അന്നമ്മേ നീ എന്താടി അവിടം തൊട്ട് ആണ് ഈ ടയേർഡ്നെസ് ആക്ച്വലി ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഈ പാട്ടിന്റെ ഡൈനാമിക്സ് മുഴുവൻ മാറാൻ തുടങ്ങി, അശ്വതിയുടെ ടോൺ മാറാൻ തുടങ്ങി. അതെന്തുകൊണ്ടാണ്? റിമി, വൈക്കം അങ്ങനെയുള്ളത് കൊണ്ടാണോ സ്വിച്ച് ചെയ്തത്? ചെറുതായിട്ട് അങ്ങനെ നോക്കിയായിരുന്നു. പക്ഷെ കറക്റ്റായിട്ട് അത്ര അങ്ങനെ കിട്ടിയില്ല. എന്നാലും നോക്കി ഞാൻ അത്ര തന്നെ. അതങ്ങനെ എല്ലാ പാട്ടിനും നമുക്ക് അങ്ങനെ 100% കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മളെ തന്നെ ഒന്ന് മാക്സിമം ഒന്ന് കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ ഈ പാട്ട് ചിലപ്പോൾ ഒരു ലേറ്റർ സ്റ്റേജിൽ പാടിയാലും മതിയായിരുന്നു. ഇപ്പം വേറൊരു പാട്ട് വേണമെങ്കിൽ പാടാമായിരുന്നു. ഇത്രയും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അല്ല, പ്രശ്നമായിട്ടല്ല, ഞാൻ പാടി നോക്കിയായിരുന്നു. പിന്നെ ചെറിയ കയറിനേക്കാൾ മുന്നേ ചെറിയൊരു ടെൻഷൻ ഉണ്ടായി. അത് എന്താ ഈ പാട്ട് അതോടുകൂടി തീരുമാനമായി. അല്ല, അങ്ങനത്തെ ടെൻഷൻ അല്ല, എന്നാലും ചെറിയ ഇല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. MG സർ. അശ്വതി, നമ്മളൊരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ
ഇത് 2 പേര് പാടിയതാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇത്രയും ലൈൻസ് ഉള്ളപ്പോൾ നമ്മൾ ഇത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ 2 പേര് പാടണം. അല്ലെങ്കിൽ 2 പേര് പാടണം. അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പാട്ടെടുത്ത് പാടിയാൽ നന്നായിരിക്കും. പാടിയത് നന്നായിരുന്നു. പിന്നെ ഈ മേളിലത്തെ പോർഷൻസ് ആണ്, അത് ഫാൾസെറ്റയിലോട്ട് പോകുമ്പോഴത്തേക്ക് ആ ശ്രുതിയിലൊന്നും ചേരുന്നില്ല. ബട്ട് പാട്ട് നല്ല രസമുണ്ട്. അറ്റംപ്റ്റ് ഈസ് ഗുഡ്. കാരണം പിന്നെ നമ്മുടെ റിമി മോളും പിന്നെ വൈക്കം മോളും കൂടെ ചേർന്ന് പാടിയതാണ്. നല്ല രസമുണ്ട്. ആക്ച്വലി ഇത് വന്നിട്ട് ഈ പാട്ടുണ്ടല്ലോ, ഇതിൻ്റെ തുടക്കം ഇത് ജ്ഞാനായക്കാരുടെ ഒരു പാട്ടാണ്. അവർക്ക് ഈ പാട്ട്, അതായത് മാർത്തോമൻ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? നിങ്ങളാരും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. സെയിം ട്യൂണാണ്. ഇത് തന്നെ ഇട്ടാൽ മതി. മാർത്തോമൻ നന്മയാലൊന്നു തുടങ്ങുന്നു, നന്നായി വരണമേ ഇന്ന്, ഉത്തമനായ മിശിഹാ തിരുവുള്ളം ഉണ്മയെഴുന്നൽക വേണം. ഇത് ഒരൊറ്റ ട്യൂണാണ്. ഇത് ഞാൻ നല്ല ബീറ്റാണ്. ഇതിങ്ങനെ അവരുടെ ഒരു എന്താണ് പറയുന്നത്, എല്ലാ കല്യാണത്തിനും എല്ലാ ഉത്സവങ്ങൾക്കും പാടുന്നൊരു പാട്ടാണ്. അതാണ് ഇതിൻ്റെ ബിഗിനിങ്ങിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രസ്സും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഈ പാട്ട് പാടിയപ്പോൾ നല്ല മനോഹരമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഗ്രൂപ്പ് നന്നായിട്ട് പാടി. അത് താളത്തിൽ വന്നാൽ മതി കേട്ടോ, രസമുണ്ടായിരുന്നു. പക്ഷെ ഇനി ലൈഫിൽ ഇതുപോലെ 2 പേര് പാടുന്ന പാട്ട് എടുത്ത് പാടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ വന്നാലും എത്തത്തില്ല. അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ്, എവിടെയെങ്കിലും ശ്വാസം എടുക്കാനുള്ള ഒരു ഗ്യാപ്പെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. അപ്പോൾ അത് സെലക്ഷൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ പാട്ട് മോശമൊന്നുമല്ല, നല്ല പാട്ടാണ്. പക്ഷെ 2 പേര് പാടിയാൽ നന്നായിരിക്കും. താങ്ക് യു സർ. ചേച്ചി അച്ചുമാ, മാം ആദ്യം തന്നെ അതിമനോഹരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അതെ, സുന്ദരിയായിട്ടുണ്ട്. ആ മുടിയുടെ ഹെയർ സ്റ്റൈലും കൂടി ഒന്ന് കണ്ടോട്ടെ. അതിൽ ഒരുപാട് പണിതിട്ടുണ്ടെന്നറിയാം. ഒന്ന് തിരിഞ്ഞേ. ആഹാ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആ ഫ്ലവേഴ്സ് വെച്ചതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല രസമുള്ള കോസ്റ്റ്യൂം. ശരിക്കും ഈ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, ഇങ്ങനത്തെ ഒരു പാട്ടിന്. സാധാരണ മൊത്തത്തിൽ ഒരു വൈറ്റ് ഗോൾഡൻ അങ്ങനത്തെ ഒരു സംഭവമില്ല. ആ റെഡ് വന്നപ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഭംഗി കൂടി. എനിക്ക് ആ കോറസും നിങ്ങളും കിടുക്കിട്ടോ. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ത്രൂ ഔട്ട്. പിന്നെ മോളെ എനിക്ക് ഇതേ അഭിപ്രായമാണ്. വീണ്ടും ഞാനത് എടുത്ത് പറയുന്നില്ല. മോള പാടിയപ്പോഴത്തേക്കുള്ള ഹൈ പാടുമ്പോൾ ഒരു സ്ട്രെയിൻ പോലെ തോന്നി, പിന്നെ ശ്വാസം കിട്ടാണ്ട്. അപ്പോൾ അതേ അഭിപ്രായമാണ് എനിക്ക്. കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു പാട്ട്, ഒരു സോളോ ആയിട്ട് ഉള്ള ഒരു സംഭവം എടുത്ത് പാടാമായിരുന്നു മോൾക്ക് എന്നുള്ളത്. കാരണം എത്രയോ പാട്ടുകളുണ്ട്. ഇത് 2 ആൾ പാടുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു പാട്ട്, വരികൾ സ്പെഷ്യലി നാദിർ ഷാ ഖാൻ്റെ പാട്ടുകളിലൊക്കെ അദ്ദേഹം വരികളുടെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പം അദ്ദേഹം പാട്ടുകൾ എഴുതുമ്പോൾ അങ്ങനത്തെ എന്താ സിമ്പിൾ വരികളല്ല എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ നമ്മൾ നിന്ന് പാടും, അതിനനുസരിച്ചാണ് അത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പം മോള് 2 ആളും കൂടി നിന്ന് പാടുമ്പോഴത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഫീൽ ചെയ്യാമായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. അപ്പം മോളുടെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ നല്ല അറ്റംപ്റ്റ് തന്നെയാണിത്. നല്ല സുന്ദരമായിട്ട് മിടുക്കിയായിട്ട് വന്ന് പാടി. എന്തായാലും മോളെ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സാർ. ചക്കരെ സാർ. പഞ്ചാരെ, നിനക്ക് ഞാൻ 8.4 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ചേച്ചി. അച്ചുമാ മാം 8.3 മാർക്സ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. എം ജി സാർ. 8.5. താങ്ക് യു സാർ. താങ്ക് യു. ഷാനിക്ക. ഓക്കെ, ഓക്കെ. സോ ടോട്ടൽ 25.2. ഓക്കെ.